മുൻ മന്ത്രി CN ബാലകൃഷ്ണൻ ഉൾപ്പെട്ട കൺസ്യൂമർ ഫെഡ് വിദേശ മദ്യ ഇൻസെന്റീവ് അഴിമതിയിൽ അന്വേഷണം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. ആദ്യഘട്ടത്തിൽ ആരെയും പ്രതി ചേർക്കേണ്ടതില്ലെന്നും കോടതി. വിവരങ്ങളുമായി ദിൽജിത്ത് തൃശൂരിൽ നിന്നും ചേരുന്നു. ദിൽജിത്ത്, FIR രജിസ്റ്റർ ചെയ്യാൻ ഉത്തരവിട്ടുകൊണ്ട് കോടതി നിരീക്ഷിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും മനു, 2011-2014 കാലഘട്ടത്തിൽ കൺസ്യൂമർ ഫെഡിലെ വിദേശ മദ്യ ഇടപാടുമായി ബന്ധപ്പെട്ട ഇൻസെന്റീവ് കോഴ ആരോപണത്തിലാണ് തൃശൂർ വിജിലൻസ് കോടതി ഇപ്പോൾ അന്വേഷണം ഉൾപ്പെട്ടത്. തൃശൂർ സ്വദേശിയും മലയാളം ഐക്യവേദി പ്രസിഡന്റുമായ ജോർജ് വട്ടകുളമാണ് കൺസ്യൂമർ ഫെഡിൽ ഈ വിദേശ മദ്യ ഇൻസെന്റീവ് അഴിമതി ഉൾപ്പെടെ മറ്റ് 3 കേസുകൾ ഉൾപ്പെടെ ഒരുമിച്ച് ഫയൽ ചെയ്തിരുന്നത്. എന്നാൽ ഈ കേസിൽ മറ്റ് 2 അന്വേഷണങ്ങൾ, പ്രത്യേകിച്ച് മൊബൈൽ ത്രികോണി വാഹനങ്ങൾ വാങ്ങുകയും അവ മോഡിഫിക്കുകയും ചെയ്തിരിക്കുന്ന അഴിമതി, അതുപോലെ തന്നെ തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിലെ കൺസ്യൂമർ ഫെഡ് വിദേശ മദ്യ ഔട്ട്ലെറ്റിൽ നിന്നും 1 ലക്ഷം രൂപ മന്ത്രിയായിരുന്ന CN ബാലകൃഷ്ണന്റെ വീട്ടിലേക്ക് നൽകി എന്നീ ആരോപണങ്ങളാണ് പരാതിയിൽ ഉന്നയിക്കുന്നത്. എന്നാൽ പ്രഥമ അന്വേഷണത്തിൽ ഈ ആരോപണങ്ങളിൽ ആദ്യ 2 ആരോപണങ്ങളിൽ മുൻ മന്ത്രി CN ബാലകൃഷ്ണനുമായി നേരിട്ട് ബന്ധമില്ല എന്ന് കണ്ടതിനെ തുടർന്ന് 2 കേസുകളും തള്ളിക്കളയുകയും തുടർന്ന് കൺസ്യൂമർ ഫെഡിലേക്ക് 2011 മുതൽ 2014 വരെയുള്ള കാലയളവിൽ വിദേശ മദ്യമാന്യ ഇനത്തിൽ കൺസ്യൂമർ ഫെഡിന്റെ അക്കൗണ്ടിലേക്ക് വരേണ്ടിയിരുന്ന ഇൻസെന്റീവ് കമ്മീഷൻ ഇടപാടുകൾ ഇത്തരത്തിൽ 221 കോടി രൂപ പ്രൈവറ്റ് അക്കൗണ്ടുകൾ, സ്വകാര്യ അക്കൗണ്ടുകളിലേക്കാണ് പോയിട്ടുള്ളത് എന്ന് നിരീക്ഷിച്ചിരിക്കുന്നു. ഇത്തരത്തിലൊരു നിരീക്ഷണം കോടതി നടത്തുമ്പോൾ, വിജിലൻസ് റിപ്പോർട്ടിൽ നടത്തുമ്പോഴും മന്ത്രിയുടെ അക്കൗണ്ടിലേക്കാണ് ഈ പണം കൈമാറിയത് എന്ന് കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് തന്നെ പരാതിയിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ അത്തരത്തിൽ ആരെയും തന്നെ പ്രതി ചേർക്കാതെ FIR ഇട്ട് അന്വേഷണം ആരംഭിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. തുടർന്നുള്ള ഘട്ടത്തിൽ പരാതിക്കാരാണ് അല്ലെങ്കിൽ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ ഈ മുൻ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ പ്രതി ചേർക്കാനുള്ള അനുവാദവും കോടതി നൽകിയിട്ടുണ്ട്. ശരി, ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്.